Momma's dishwash liquid. Soft on hands. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്നന്തരിച്ച മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേൽ. അഹമ്മദ് പട്ടേലിന്റെ മരണം കോൺഗ്രസിന് ഒരിക്കലും നികത്താനാവാത്ത വലിയ വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനിയൊരിക്കൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു നേതാവ് ഉണ്ടാവുമോ എന്ന കാര്യവും സംശയകരമാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, സോണിയാഗാന്ധിയുടെ വിശ്വസ്തൻ, ഇതിനെല്ലാം അപ്പുറം ഒരു അഹമ്മദ് പട്ടേലുണ്ട്. അമിത്ഷായുടെ തന്ത്രങ്ങൾ പോലും പൊളിച്ചടുക്കിയ, BJPയുടെ വർഗീയ കാർഡിന് മുന്നിൽ പോലും തോറ്റുകൊടുക്കാത്ത ഒരു പിടി ചരിത്രം കൂടി ബാക്കിയാക്കിയാണ് അഹമ്മദ് പട്ടേൽ യാത്രയായത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നായിരുന്നു ഇന്ന് പുലർച്ചെ 3:30 ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അഹമ്മദ് പട്ടേൽ വിടവാങ്ങിയത്. 1949 ഗുജറാത്തിലെ ബറൂച്ചിൽ ജനിച്ച അഹമ്മദ് പട്ടേൽ 28ാം വയസ്സിലാണ് കോൺഗ്രസിന്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലെത്തുന്നത്. 1977 ബറൂച്ചിൽ നിന്ന് മത്സരിക്കാൻ ഇന്ദിരാഗാന്ധി പട്ടേലിനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 28 വയസ്സായിരുന്നു. ജനതാ പാർട്ടി ശക്തമായിക്കൊണ്ടിരുന്ന അക്കാലത്ത് അഹമ്മദ് പട്ടേലിന്റെ വിജയം കോൺഗ്രസിന് ഏറെ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതു മുതൽ ഗാന്ധി കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും വിശ്വസ്തനായി അഹമ്മദ് പട്ടേൽ വളരുകയായിരുന്നു. 1987 അഹമ്മദ് പട്ടേൽ ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഗുജറാത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയ രണ്ടാമത്തെ മുസ്ലിം എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട്. ലോക്സഭയ്ക്ക് പുറമെ 5 തവണ അദ്ദേഹം രാജ്യസഭയിലൂടെ പാർലമെന്റിലെത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും മന്ത്രിസഭയിൽ അംഗമാവാൻ താല്പര്യപ്പെടാതിരുന്നതും അഹമ്മദ് പട്ടേലിന്റെ പ്രത്യേകതയായിരുന്നു. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് കോൺഗ്രസിലെ രണ്ടാമൻ എന്ന വിശേഷണം ഉണ്ടായിരുന്ന നേതാവായിരുന്നു അഹമ്മദ് പട്ടേൽ. അഹമ്മദ് പട്ടേലിനെ ചൂണ്ടിക്കാട്ടി അക്കാലത്ത് BJP ശക്തമായ വർഗീയ കാർഡും ഇറക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദ് പട്ടേലിനെ ചൂണ്ടിക്കാട്ടി മുസ്ലിം മുഖ്യമന്ത്രിമാർ വരുമെന്നും രാജ്യം മുസ്ലിങ്ങളുടെ കയ്യിലാവുമെന്നുമെല്ലാം BJP അന്ന് പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ BJPയുടെ ഈ വർഗീയ പ്രചരണങ്ങളെയെല്ലാം തടുത്തുമാറ്റി കോൺഗ്രസിനെ പലതവണ വിജയം സമ്മാനിച്ചിട്ടുണ്ട് അഹമ്മദ് പട്ടേൽ. 2017 അഹമ്മദ് പട്ടേലിനെ കുരുക്കാൻ അമിത്ഷാ അടക്കം നീക്കങ്ങൾ നടത്തിയിരുന്നു. 2017 ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ കോൺഗ്രസ് MLA-മാരെ മറുകണ്ഠം ചാടിച്ചെങ്കിലും വിജയിച്ചില്ല. അമിത്ഷായുടെ തന്ത്രങ്ങളെയെല്ലാം തകർത്ത് അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് വിജയിച്ചു കയറി. അന്ന് BJPക്ക് മേൽ ശക്തമായ രാഷ്ട്രീയ വിജയം നേടാൻ പട്ടേലിന്റെ വിജയത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിൽ നിന്നും അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിച്ചപ്പോഴും അതിനെല്ലാം തടയിട്ടതും അഹമ്മദ് പട്ടേൽ തന്നെയായിരുന്നു. പലപ്പോഴും BJPക്ക് മുന്നിൽ വലിയ കടമ്പയായി നിലകൊണ്ടത് അഹമ്മദ് പട്ടേൽ തന്നെയായിരുന്നു. അതിനാൽ തന്നെയാണ് BJP അധികാരത്തിലേറിയതോടെ അദ്ദേഹത്തിനെതിരെ ED അന്വേഷണവും പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയത്തിൽ മികച്ച തീരുമാനമെടുക്കാനും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു നേതാവ്, കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച ട്രബിൾ ഷൂട്ടർ. വർത്തമാനകാല കോൺഗ്രസിന് ഇതുപോലുള്ള നേതാക്കൾ തന്നെയാണ് ആവശ്യം. ദേശീയ തലത്തിൽ തിരിച്ചടികൾ നേരിടുന്ന കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അഹമ്മദ് പട്ടേൽ എന്ന മുതിർന്ന നേതാവിന്റെ വിടവാങ്ങൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.